പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തടയുന്ന താലിബാനെതിരെ ക്രിക്കറ്റ് താരം റാഷിദ് ഖാൻ രംഗത്ത് വന്നു. ഖുറാനിൽ എവിടെയാണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നതായി പറയുന്നത്? ഇസ്ലാമിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ട്, ഖുറാനിലും അത് പറയുന്നുണ്ട് എന്നും റാഷിദ് ഖാൻ പറയുന്നു. അഫ്ഗാൻ വനിതകളുടെ നഴ്സിംഗ് വിദ്യാഭ്യാസം നിരോധിക്കാനുള്ള താലിബാന്റെ നീക്കത്തിനെതിരെയാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാതൃരാജ്യത്ത് സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള ആശങ്കയും ഉത്കണ്ഠയും പ്രകടിപ്പിച്ചു. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് മെഡിക്കൽ പരിശീലനം നിരോധിച്ചുകൊണ്ട് താലിബാൻ സർക്കാർ ഡിസംബർ 2-നാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. ഈ ഉത്തരവിൽ ഇനി മുതൽ സ്ത്രീകൾക്ക് മിഡ്വൈഫ് നഴ്സിംഗ് വിദ്യാഭ്യാസം നേടാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച റാഷിദ് ഖാൻ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഏറെയുണ്ട് എന്നും പറയുന്നു. നിലപാട് പുനർപരിശോധിക്കണമെന്നും വിദ്യാഭ്യാസം ആർക്കും നിഷേധിക്കരുതെന്നും റാഷിദ് ഖാൻ അഭ്യർത്ഥിച്ചു. ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിത്തറ ആരംഭിക്കുന്നത് തന്നെ വിദ്യാഭ്യാസത്തിൽ നിന്നാണ്. നമ്മുടെ സഹോദരിമാർക്കും പഠിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാ മേഖലയിലും അവർക്ക് സമൂഹത്തെ സേവിക്കാൻ കഴിയുമെന്നും ഇത് നിങ്ങൾ പരിഗണിക്കുമെന്നും മതത്തിന്റെ തത്വങ്ങൾക്ക് അനുസൃതമായി ഞങ്ങളുടെ സഹോദരിമാർക്ക് വിദ്യാഭ്യാസം നൽകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ സഹോദരിമാർക്കും അമ്മമാർക്കുമുള്ള വിദ്യാഭ്യാസ മെഡിക്കൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിൽ ഞാൻ നിരാശനാണ്. ഈ തീരുമാനം ഭാവിയിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തെയും ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് തത്വങ്ങളിൽ വിദ്യാഭ്യാസത്തിന് പ്രധാന സ്ഥാനമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അറിവ് നേടുന്നതിന് ഊന്നൽ നൽകുന്നു. പഠനത്തിന്റെ പ്രാധാന്യം ഖുറാൻ ഉയർത്തിക്കാട്ടുന്നുണ്ട്. രണ്ട് ലിംഗങ്ങളുടെയും തുല്യമായ ആത്മീയ മൂല്യം അംഗീകരിക്കുന്നു. രാജ്യത്തിന് എല്ലാ മേഖലകളിലും പ്രൊഫഷണലുകളുടെ ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര മേഖലയിൽ. വനിതാ ഡോക്ടർമാരെയും നഴ്സുമാരുടെയും രൂക്ഷമായ ക്ഷാമം പ്രത്യേകിച്ചും ആശങ്കാജനകമാണ്. കാരണം അത് സ്ത്രീകളുടെ ആരോഗ്യത്തെയും അന്തസ്സിനെയും നേരിട്ട് ബാധിക്കുന്നു. അതുകൊണ്ട് ഈ തീരുമാനം പുനർപരിശോധിക്കണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അഫ്ഗാൻ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവരുടെ അവകാശം വീണ്ടെടുക്കുവാൻ രാജ്യത്തിന്റെ വികസനത്തിന് സംഭാവന നൽകുവാനും കഴിയും. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്തം മാത്രമല്ല, ഇത് നമ്മുടെ വിശ്വാസങ്ങളുടെയും മൂല്യങ്ങളുടെയും ആഴത്തിൽ വേരൂന്നിയ ധാർമ്മിക ബാധ്യതയാണ് എന്നും റാഷിദ് ഖാൻ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി താലിബാൻ അവരുടെ നിയമങ്ങൾ കടുപ്പിച്ച് രംഗത്ത് വന്നത്. നിലവിൽ രാജ്യത്ത് സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസാന മാർഗം ആരോഗ്യ മേഖല മാത്രമാണ്. മിഡ്വൈഫ്, നഴ്സിംഗ് എന്നീ മേഖലകളിൽ മാത്രമായിരുന്നു നിയന്ത്രണം ഏർപ്പെടുത്താതിരുന്നത്. നിലവിൽ ഇവയ്ക്കും താലിബാൻ സർക്കാർ പൂട്ടിട്ടിരിക്കുകയാണ്. ഇനി മുതൽ സ്ത്രീകൾ ക്ലാസുകളിലേക്ക് വരേണ്ടതില്ല എന്ന് ഈ മേഖലയിലുള്ള വിവിധ സ്ഥാപനങ്ങൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിയിപ്പ് നൽകിയില്ലെങ്കിൽ താലിബാൻ സർക്കാരിന്റെ ആരോഗ്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല എന്നും ഇവിടെ നിന്നും പരിശീലനം നേടുന്ന സ്ത്രീകൾ പറയുന്നു. രാജ്യത്ത് ആരോഗ്യ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് താലിബാന്റെ പുതിയ നീക്കം വന്നിരിക്കുന്നത്. 17,000-ലധികം യുവതികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മെഡിക്കൽ പരിശീലനം നടത്തി വന്നിരുന്നതും. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് താലിബാൻ സർക്കാർ നിർദ്ദേശം നൽകിയതായാണ് നടത്തിപ്പുകാർ പറയുന്നതും. 2021-ലെ താലിബാൻ അധികാരത്തിലേറിയ സമയം മുതൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളത്. നിലവിൽ സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസര മാർഗത്തിനാണ് താലിബാൻ തടയിടുന്നത്. സ്ത്രീകളെ ചികിത്സിക്കാൻ പുരുഷ ഡോക്ടർമാർക്ക് അനുവാദമില്ല എന്ന കാരണത്താലാണ് ഈ മേഖലയിൽ മാത്രം സ്ത്രീകൾക്ക് ഇളവ് ലഭിച്ചിരുന്നത്. അതേസമയം 2023 കാലയളവിൽ അഫ്ഗാനിസ്ഥാനിൽ ഐക്യരാഷ്ട്രസഭയിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാർക്ക് താലിബാൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. താലിബാൻ നിലപാടിൽ ആശങ്കയുണ്ട് എന്നും ഈ നിലപാട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും UN വക്താവ് അന്ന് വ്യക്തമാക്കിയിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിലേറിയതോടെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും മൗലിക അവകാശങ്ങൾക്കും മീതെ പൂട്ട് വീണിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ അടിത്തട്ടിൽ ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങൾക്ക് വനിതാ ജീവനക്കാർ ആവശ്യവുമാണ്. ഇതാദ്യമായല്ല അഫ്ഗാനിസ്ഥാനിൽ ഇത്തരത്തിലുള്ള വിലക്കുകൾ സ്ത്രീകൾക്ക് നേരെ വന്നിരിക്കുന്നത്. മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ ആവശ്യപ്പെട്ടും വിദ്യാഭ്യാസം, ഡ്രൈവിംഗ് തുടങ്ങിയ സ്ത്രീകളുടെ അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിലെല്ലാം തന്നെ താലിബാൻ തുടർച്ചയായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളോടുള്ള തങ്ങളുടെ സമീപനത്തിൽ ഉൾപ്പെടെ മാറ്റമുണ്ട് എന്ന് താലിബാൻ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ മറിച്ചാണ്. പെൺകുട്ടികൾക്ക് സ്കൂൾ കൊടുക്കുമെന്ന് നിരവധി തവണ പറഞ്ഞിരുന്നെങ്കിലും കഴിഞ്ഞ മാർച്ചിൽ ആ തീരുമാനത്തിൽ നിന്ന് താലിബാൻ പിന്നോട്ട് പോവുകയായിരുന്നു.
2022 മാർച്ച് 23 സ്കൂൾ തുറന്നെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം തന്നെ അടച്ചുപൂട്ടാൻ താലിബാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. സ്ത്രീകൾക്ക് മേൽ അധികാരത്തിന്റെ ചാട്ടവാർ കൊണ്ട് അവരെ വേദനിപ്പിക്കുകയാണ് താലിബാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനായുള്ള ഉദാഹരണങ്ങൾ ഏറെയാണ്. വസ്ത്രധാരണത്തിൽ പോലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അവിടെ നിഷേധിക്കപ്പെടുകയാണ്. മോശപ്പെട്ട ഹിജാബ് ധരിച്ചെന്നാരോപിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളെ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് വസ്ത്രധാരണ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് അറസ്റ്റ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ, പൊതു ഇടങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവ ഇതിനകം തന്നെ സ്ത്രീകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് വസ്ത്രധാരണത്തിന്റെ പേരിലുള്ള ഈ നടപടിയും. എത്ര സ്ത്രീകളെയാണ് അറസ്റ്റ് ചെയ്തതെന്നോ മോശപ്പെട്ട ഹിജാബ് എന്താണ് എന്നോ താലിബാൻ ഇതുവരെ തന്നെ വ്യക്തമാക്കിയിട്ടില്ല. 2021 അധികാരത്തിൽ വന്നതിനു ശേഷം താലിബാൻ നടപ്പിലാക്കുന്ന കർശനമായ നിയമങ്ങളെയാണ് പുതിയ നീക്കം. അയൽ രാജ്യമായ ഇറാനിൽ സമാനമായ അവസ്ഥയാണ് അഫ്ഗാൻ വനിതകൾ ഹിജാബിന്റെ പേരിൽ അനുഭവിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 2022 മെയ് മാസത്തിൽ താലിബാൻ സ്ത്രീകൾ ബുർഖ ധരിക്കണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. കഴിഞ്ഞ രണ്ടിലധികമോ വർഷമായി കാബൂളിൽ അനിശ്ചിതമായ ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള നിരന്തരം പരാതികൾ ലഭിക്കുന്നതായി താലിബാൻ വക്താവ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ എപിയോട് പറഞ്ഞിരുന്നു. തുടർന്ന് മന്ത്രാലയം സ്ത്രീകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും വസ്ത്രധാരണം കർശനമായും പാലിക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്നാണ് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാരെ അയച്ചതെന്നും അദ്ദേഹം പറയുന്നു. ഇസ്ലാമിക സമൂഹത്തിൽ മോശം ഹിജാബ് പ്രചരിക്കുന്ന ചുരുക്കം ചില സ്ത്രീകളാണിവരെന്നും താലിബാൻ വ്യക്തമാക്കിയിരുന്നു. അവർ ഇസ്ലാമിക മൂല്യങ്ങളും ആചാരങ്ങളും ലംഘിച്ചു. സമൂഹത്തെ ബഹുമാന്യരായ മറ്റു സഹോദരിമാരെ മോശം ഹിജാബ് ധരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തെന്നും പോലീസ് ജുഡീഷ്യൽ അധികാരികൾക്ക് കൈമാറിയെന്നും താലിബാൻ വക്താവ് പറഞ്ഞു. രാജ്യത്തെ എല്ലാ പ്രവിശ്യകളിലും ഹിജാബ് ധരിക്കാത്തവരെ അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത്രയധികം പീഡനങ്ങൾ ഒരു ഭാഗത്ത് സ്ത്രീകൾ അനുഭവിക്കുമ്പോഴും മറ്റു ചില സ്ത്രീകളാകട്ടെ താലിബാനെ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. മുഖവും ശരീരവും പൂർണ്ണമായി മറച്ച് പർദ്ദ അണിഞ്ഞെത്തിയ 300ഓളം സ്ത്രീകളാണ് കാബൂൾ യൂണിവേഴ്സിറ്റിയിൽ ഒത്തുകൂടി താലിബാന് പിന്തുണ പ്രഖ്യാപിച്ചത്. മുഖവും ശരീരവും മറച്ച് ജീവിക്കുന്നതിൽ സന്തോഷമാണ് എന്നും മുൻ സർക്കാർ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിച്ചതായും പരിപാടിയിൽ പങ്കെടുത്തവർ അവകാശപ്പെട്ടു. ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾ അപമാനമാണ് എന്നും അഫ്ഗാൻ പുറത്തുള്ള സ്ത്രീകൾ ഇവിടുത്തെ കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ടതില്ല എന്നും ഇവർ പറഞ്ഞു. പാശ്ചാത്യ സംസ്കാരത്തിന് എതിരായ താലിബാൻ നേതാക്കൾ നടത്തിയ പ്രസംഗത്തിനിടെ ഇവർ താലിബാൻ പതാക ഉയർത്തി അഭിവാദ്യം അർപ്പിച്ചതായി വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേപോലെ തന്നെ കാബൂളിൽ താലിബാനെതിരെ സ്ത്രീകൾ പ്രകടനം നടത്തിയിരുന്നു. തങ്ങൾ ഈ പ്രതിഷേധത്തിന് എതിരാണ് എന്നും സ്ത്രീകളുടെ ശരീര സൗന്ദര്യം കണ്ടാണ് സമരക്കാർ അവരെ തെരുവിലേക്ക് ക്ഷണിക്കുന്നതെന്നും പരിപാടിയിൽ പങ്കെടുത്ത ഒരു യുവതി പറഞ്ഞു. എന്നാൽ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളോട് തങ്ങൾ യോജിക്കുന്നതായും ഒരു കൂട്ടം സ്ത്രീകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.